ഹലോ, അപ്പോൾ എന്തായി എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗായിട്ട് അപ്ലോഡ് ആക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുറത്തെല്ലാം പോകുമ്പോൾ കുറേ എനിക്കൊരു വ്ളോഗ് പോലെ എടുക്കണം. അപ്പോൾ ഇന്ന് സ്റ്റാർട്ടാക്കാൻ വിചാരിച്ച് ഇന്ന് ഇങ്ങനെ ഇറങ്ങിയത് നമ്മൾ ബാക്കിലത്തുനിന്ന്. ഞാൻ എംപയർ ഷോപ്പിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിലത്തുനിന്ന് വന്നത്. ലാസ്റ്റ് അന്നത്തെ ഇടയ്ക്കല്ലോ എത്തി. പിന്നെ അന്ന് ഫ്രൈഡ് ആയതുകൊണ്ട് നമ്മളവിടെ കേച്ചിട്ട് കളിയാൻ പോയി. അങ്ങനെ ഞാനിത്താർത്ത് ഫുഡ് കഴിക്കുന്നതിൽ ഉമ്മാൻ്റെ ഓറ് വന്ന് അങ്ങനെ ഉമ്മാറിന് മാംഗ്ലൂർ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഇത്താക്ക് കുറച്ച് ഡ്രസ്സും നോക്കാനുണ്ടായിന്, പിന്നെ ഉമ്മക്ക് ഫർണിച്ചറെല്ലാം നോക്കാനുണ്ടായിന്. ലാസ്റ്റ് ഉപ്പള പറഞ്ഞിട്ട് ലാസ്റ്റ് മാംഗ്ലൂരിലേക്ക് എത്തി. ലാസ്റ്റ് മാംഗ്ലൂർ വരെ എത്തിയല്ലോ, അപ്പോൾ ഫോറം മാളിൽ വരെ പോകാമെന്നല്ല വിചാരിച്ച്. അങ്ങനെ അടുക്കെല്ലാം എത്തിയിട്ട് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ഒന്നും ആക്കിയിട്ടാ. ഞാൻ അടുക്കെല്ലാം പോയി മെയിൻ ഫുഡാ ചോക്ലേറ്റ് തന്നെ അങ്ങനത്തെയാണ് മെയിൻ കഴിക്കൽ. പർച്ചേസ് ഒന്നും അങ്ങനെ ആക്കല്ല, കുറവ്. പിന്നെ നമ്മൾ കാസർഗോഡ് കീച്ചതാണ് അളിയ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ മാംഗ്ലൂർ എത്തിയൊക്കെ അതൊന്നും അളിയാക്കാൻ അറിയില്ല. ഉമ്മാൻ്റെ കൂടെ നമ്മൾ കൂട്ടാൻ വന്ന് നമ്മൾ ഇപ്പോഴത്തേക്ക് ലാസ്റ്റ് മാംഗ്ലൂരിലേക്കാണ് നമ്മൾ ഇതെത്തിയത്. പിന്നെ അതുമല്ല മാംഗ്ലൂർ അയവാക്ക് പോകണമെന്നുണ്ടായിന്. എന്തായാലും അടുത്തോളം വരെ എത്തിയില്ല. അപ്പോൾ ആടും കൂടിയും പോകാൻ വെച്ച്. അവിടെ കുറച്ച് കളക്ഷൻ ഉണ്ടെന്ന് ഞാൻ ഓൺലൈനിലെല്ലാം കണ്ടിന്. അങ്ങനെ മാംഗ്ലൂർ അയവാക്കും പോയി ജസ്റ്റ് ഡ്രസ്സെല്ലാം നോക്കി ഇത്താക്കും. പിന്നെ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ മാരേജ് എല്ലാം ആവാനായില്ലേ, അങ്ങനെ ഇങ്ങനെ ഡ്രസ്സെല്ലാം നോക്കി. പിന്നെ മമ്മൂക്ക് കണ്ണുണ്ടായിട്ട് അപ്പോൾ എംപയറിൽ പോയിട്ട് നേരെ ഡോക്ടറിനെ കാണിച്ചിട്ട് ബാക്കെല്ലാം പോകാനാണ് പ്ലാൻ ഉണ്ടായത് നമ്മളെ. ഡോക്ടർ ഉണ്ടായിട്ടാ. പിന്നെ ഉമ്മാക്ക് വിളിച്ചപ്പോൾ ഉമ്മാറിന് നമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നിടയിൽ ഉമ്മാൻ്റെ ഓറും വന്ന് അങ്ങനെ ഉമ്മാൻ്റെ ഓറൊക്കെ എത്തി. ലാസ്റ്റ് മാംഗ്ലൂർ എത്തി. പിന്നെ കുറേ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ റിട്ടേണും വന്ന്. അതുമല്ല നമ്മൾ പോകുമ്പോഴത്തേക്ക് 4-5 ആ ഒരു ടൈമായിരുന്നു തോന്നുന്നു. മാംഗ്ലൂരിലേക്ക് കുറച്ച് ലേറ്റ് ആയിരുന്നു പോകുമ്പോഴത്തേക്ക് തന്നെ. പിന്നെ റിട്ടേൺ വരുമ്പോൾ കുറച്ച് ലേറ്റായും ചെയ്ത് ഡ്രസ്സെല്ലാം നോക്കുമ്പോഴത്തേക്ക് കുറേ ലേറ്റായിപ്പോയി. അങ്ങനെ നമ്മൾ മേൽപ്പറമ്പ് ഗോൾഡൻ ബേക്കറിയിൽ നിന്ന് ഫുഡെല്ലാം ആക്കി അൽത്തുണ്ടായിരുന്നു. ഓൻക്കും പാർസൽ മീങ്ങി. അങ്ങനെ ഇന്നത്തെ കുട്ടി വ്ളോഗ് കഴിഞ്ഞപ്പോൾ ബൈ ടാറ്റാ.